ഇന്നലെ അരച്ചു വെച്ച കിൻവയാണ്. അരി അരയ്ക്കുമ്പോൾ പൊങ്ങി വരുന്ന പോലെ അത്രയും പൊങ്ങി വന്നില്ല, പക്ഷെ പുളിച്ചിട്ടുണ്ട് കണ്ടിട്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ കിൻവ അരച്ച് അപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. നല്ലതാണെന്ന് നോക്കാം. പണ്ടുരുട്ട് വെച്ച് നമ്മുടെ തുണിയുണ്ട് കേട്ടോ, എണ്ണ സ്പ്രെഡ് ചെയ്യാം. നമ്മൾ അരിയുടെ അപ്പം ഉണ്ടാക്കുമ്പം കുഴികൾ വരുന്ന പോലെ കുഴിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല, ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എല്ലാം തോന്നുന്നു, സോഫ്റ്റും തോന്നുന്നു. നമ്മുടെ ഇന്നലത്തെ ബീഫിനകത്ത് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ചറുകറിയാക്കി കേട്ടോ. പപ്പത്തിന് നമ്മളിതാണ് കൊടുക്കുന്നത്. എസ്കുട്ടീനെ കുറച്ച് നേരത്തേക്ക് ഒരു പാട്ട് വെച്ചിരുന്നേക്ക്. അവന് ഇപ്പം ഇച്ചിരി വഴക്ക് കൂടുതലുള്ളതുകൊണ്ട് അവനെ കുറച്ച് ഇത് ഏൽപ്പിച്ചിട്ട് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ. അതിന് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെയാണ് ഇപ്പോൾ. ചിലപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കി ആയിട്ടുള്ള റൈസ് വെച്ച് അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യില്ല. അത് വരുമോയെന്ന് അറിയത്തില്ല, നോക്കാം. എസ്കുട്ടിക്ക് ഒരു പീസ് കൊടുത്താൽ കഴിച്ചു കേട്ടോ. നല്ലോണം നോക്കിയേ. നല്ലോണം നോക്കിയേ. ഇന്നലെ ഒരു കുറച്ചുകൂടെ താമസിച്ച്, അല്ലേ ഒത്തിരി ലേറ്റ് ആയില്ല, പക്ഷെ എന്നാലും ഒരു പൊടിക്ക് താമസിച്ചാണ് ഇന്നലെ കിടന്നത്. നമുക്ക് അതുകൊണ്ട് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. എന്നാടാ ചേട്ടനോ? എന്നാ നമ്മള് കിൻവ അരിയുടെ ടേസ്റ്റിലാണ് എന്റെ മോനെ ചോദിക്കണം. അവനെന്തോ ചോദിക്കുന്നുണ്ടല്ലോ, പാട്ട് മാറിപ്പോയോ? കുക്കർ വയ്ക്കാം, അവന് ഇഷ്ടമുള്ള വയ്ക്കാം. അരി ആയി കഴിയുമ്പോൾ നമുക്ക് പരിചയമുള്ള ടേസ്റ്റ് ആണ്, പക്ഷെ കിൻവ എന്ന് പറയുമ്പോഴേക്കും ഒരു സീഡിന്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ. അപ്പം നമ്മൾ അത് ചുടുമ്പം ചെറിയ തീയില് നല്ലതായിട്ട് വേവിക്കണം എന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം ആദ്യത്തേത് സാധാരണ അപ്പം ചുടുന്ന പോലെ പെട്ടെന്ന് മറിച്ചിട്ടു, പിന്നത്തേത് ഒരു കുറച്ച് കൂടുതൽ വേവിച്ചതിന് അത്രയും ഒരു സീഡിന്റെ ആ ഒരു നട്ടി ടേസ്റ്റ് കൂടുതൽ അങ്ങനെ വരുന്നില്ല കേട്ടോ. മാളു ചക്കി വാ. എങ്ങനെയുണ്ട്? നല്ല ഓക്കെ. ഒരു നട്ടി ഫ്ലേവർ ഒക്കെ വരുന്നുണ്ടോ? നട്ടി ഫ്ലേവർ ഉണ്ടല്ലേ. കറി എങ്ങനെയുണ്ട്? കറിയിലൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കിയേ. കറി ഇടുമ്പോൾ അച്ഛനോട് ബാലൻസ് ആണ്. ആണോ? എന്നാ ഞാൻ ചോദിക്കാൻ വന്ന കാര്യമായിരുന്നു, മറന്നുപോയി. മോർണിംഗ് ഷോക്കായോ? മോർണിംഗ് രാവിലെ തന്നെ വയലോട്ട് വെച്ച് ഷോക്കായി പോയോ? അതെയോ ടേസ്റ്റി ആണോ? ഓക്കെ ആണോ? ഓക്കെ. ചക്കയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ഒരു ഇച്ചിരി കൂടെ ചക്ക എടുത്തേ. ബാ, ഇച്ചിരി ഗ്രേവി കൂട്ടി കഴിക്കുമ്പോൾ നല്ല സൂപ്പറായിരിക്കും. ഒരു പീസും കൂടെ എടുത്തോ. അങ്ങനെ ബ്രഞ്ച് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇനി എന്താ പരിപാടി? ആഹാ, ടി വി കണ്ടിരിക്കുവാണോ കുഞ്ഞനീനും ചേട്ടനും കൂടെ? ഇവിടെ എന്തോ മറ്റേ 103 ഇഞ്ചയുടെ ഒരു മീനിനെ കിട്ടി. ആണോ? ജോൺകുട്ടി ഫിഷിനെ കാണുന്നതിലാണ് ഇപ്പൊ ജോൺകുട്ടിക്ക് ത്രില്ല്. ഫിഷ് അവന് ഓരോ വട്ടം മീനെ കാണുമ്പോ മീന് പറയാൻ എന്നെ മീമിയാണോ? അമ്മ കഴിക്കട്ടെ കൊച്ചിനും. ബാ കുട്ടി, മുടി കാണിച്ചേ. കേത്താസ് മുടി കാണിച്ചേ. അമ്മ വെട്ടിയത് നോക്കട്ടെ, എങ്ങനെയുണ്ട്? സ്റ്റൈലായോ നോക്കട്ടെ. എടുത്തിരിയേ. കുഞ്ഞു മുട്ടയുടെ ഹാഫ് മുട്ടയാക്കി അല്ലേ? ചെറുക്കന്റെ ഷൂസ് ഇവിടെയൊന്നും ഇല്ല.
ഇറങ്ങിയിരിക്കാം, ഉള്ളിലോട്ട് കയറിയിരിക്കാം. അപ്പൊ ഇറങ്ങ, അവള് കയറിയിട്ട് നിനക്ക് കയറാലോ. ഞാൻ മറ്റേ സൈക്കിൾ അതുവരെ ഇനി ഇവിടെ മറ്റേ ഏറ്റവും ലാസ്റ്റ് ഇരിക്കും. ക്വിക്കായിട്ട് നമ്മള് നമ്മുടെ പരിപാടികളൊക്കെ തട്ടിക്കൂട്ടി തീർത്തിട്ട് വേഗം പള്ളിയിൽ പോവാട്ടോ. ഇനിയിപ്പോൾ 8 മിനിറ്റ്, ഇവിടെ നിന്ന് അധികം ദൂരം ഇല്ല. പോയിക്കൊണ്ടിരിക്കുകയാണ്. എസ്കുട്ടി ഒരു കുറച്ച് നേരം ഉറങ്ങിയോളൂ. അവനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി നേരം ഉറങ്ങി. പക്ഷെ അറിയില്ല, ഇനി പള്ളി ചെന്ന് കഴിയുമ്പോൾ അവൻ ഉറങ്ങില്ലയോ എന്ന് നമുക്ക് നോക്കാം. ബെൽറ്റ് ഇടുക. എനിക്കടി പറഞ്ഞത് 6 മിനിറ്റ് എടി അത് സറിയാടി. ഞാൻ കണ്ടാണ് ഷറീനെ 2 വട്ടം. സാറി ആരാ? അത് മറ്റേ ഇവരുടെ സ്കൂളിലുള്ള ടീച്ചറാ? ഓക്കെ. നമ്മളിനി പള്ളി കഴിഞ്ഞിട്ട് നേരെ പോയിരുന്നു അല്ലേ? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എസ്കുട്ടി പള്ളിയിലോട്ട് ചെന്ന് കഴിഞ്ഞ് കയ്യിൽ ശരിക്കും പറഞ്ഞാൽ അവൻ ഉറങ്ങിയാലും കയ്യിലിരുന്ന് ഉറങ്ങുമ്പോഴും നമ്മൾ അത്രയും നേരം ക്യാരി ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഒരു സ്ട്രോളർ എടുത്തിട്ടില്ലല്ലോ. എടുത്തു കഴിയുമ്പോൾ അവനത് യൂസ് ചെയ്യില്ല. എടുത്തില്ലെങ്കിൽ അത് എടുത്തില്ലോ എന്നുള്ള മിസ്സിങ്. മാളൂന് പറ്റുമോ പിടിച്ചുകൊണ്ടിരിക്കാൻ? കൈ കഴിക്കാറില്ലേ? ഇവർക്ക് അങ്ങനെ ക്ഷീണം അറിയത്തില്ല. എത്ര നേരം വേണേലും എടുത്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവനവിടെ ബെഞ്ചേ കിടത്തണം ഉറങ്ങി കഴിയുമ്പോൾ. ഉറങ്ങാതിരിക്കുന്നോ നല്ലത്. അപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന ഈ സ്വഭാവം പള്ളിക്ക് അത് നമ്മൾ കളിപ്പിക്കാതിരുന്നാ മതി. അതെ, നമ്മൾ കളിപ്പിക്കാതെ തന്നെ കളിപ്പിക്കും. അവനെ പിന്നെ ഈ മറ്റേ ഓരോ വട്ടം കുരിശ് കളിച്ചിരുന്ന സമയത്ത് അവൻ ഓരോ വട്ടം കളിച്ചാൽ നമ്മൾ വർത്താനം പറഞ്ഞു പോന്നു കഴിഞ്ഞപ്പോഴേക്കും ആ തിരിക്കേണ്ട വളവ് മിസ്സായിപ്പോയി. പിന്നെ അങ്ങനെ ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറച്ചധികം ചുറ്റണം. അങ്ങനെ ചുറ്റി നമ്മളിപ്പം ഒരു 3 മിനിറ്റ് ലേറ്റായി. എപ്പോഴും കറക്റ്റ് ടൈമിൽ പള്ളിയിൽ മാത്രമല്ല നമ്മൾ എവിടെ പോയാലും കൃത്യസമയത്ത് ചെല്ലണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അല്ലേ, അങ്ങനെ വേണം നമ്മൾ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നിപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. എന്നുവെച്ചാൽ കാറ് കിട്ടാനും ഇച്ചിരി ലേറ്റായിന്ന്. ജൂലൈ തീർന്ന് ഓഗസ്റ്റ് തുടങ്ങി. പക്ഷെ എന്നാലും സമ്മർ തന്നെ ആ ഒരു നല്ല വാം വെതർ തന്നെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. മിക്കവാറും ഓഗസ്റ്റ് ഫുള്ള് നമുക്ക് കിട്ടും. എനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നമുക്ക് നല്ല അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. നമ്മൾ ആ മറ്റേ വാസ ടൗണിൽ പോയിട്ട് നിങ്ങൾ ആ കാർ ഓടിക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയത് ഓർക്കുന്നുണ്ടോ? നമ്മൾ ആ സ്ട്രേറ്റ് പോകുന്നായിരുന്നെങ്കിൽ ലെഫ്റ്റ് എടുത്താൽ കറക്റ്റ് ഇപ്പം 3 മിനിറ്റ്. നമ്മളിനി പാർക്ക് ചെയ്തിട്ട് നടക്കാൻ ഒരു 2 മിനിറ്റ് അത്രയല്ലേ എടുക്കുള്ളൂ. 2 മിനിറ്റ് കൊണ്ട് നടക്കാനല്ലേ? അപ്പോഴേക്കും നമ്മൾ ചെല്ലും. എത്തി കേട്ടോ. കറക്റ്റില്ല. 2 മിനിറ്റ് കൂടെ അല്ല 2 മിനിറ്റ് 2:02 എസ്കുട്ടി പിന്നെയും ചക്കയും മാളുൻ്റെ കയ്യിലാട്ടോ. കൊച്ചവിടെ എസ്കുട്ടി പള്ളിയിലും മിടുക്കനായിട്ടിരിക്കണം കേട്ടോ. എന്താ പുള്ളി ഉറങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങിയില്ല. എന്നെ ഇക്ഷ വരപ്പിച്ചു. എടുത്തോണ്ട് നടന്ന് ഓടിപ്പാഞ്ഞ്. ഇപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ വണ്ടിയിൽ കയറുമ്പോൾ അവൻ ഉറങ്ങും. വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ എഴുന്നേക്കും. അപ്പോൾ പള്ളി കഴിഞ്ഞു കേട്ടോ. നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് പപ്പേനെ ഒന്ന് കാണണം എന്നായിരുന്നു പറഞ്ഞാൽ, കണ്ടിട്ട് വേണം പോകാമെന്ന്. വണ്ടിയിൽ കയറ്റി സീറ്റ് ബെൽറ്റ് ഇരുത്തിയപ്പോഴേക്കും ആശാനൊന്ന് വായിക്കോട്ട് ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇരുന്ന് ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ ചിലപ്പോൾ തുടങ്ങിയില്ലായിരുന്നല്ലേ, പ്രയർ തുടങ്ങിയില്ലായിരുന്നല്ലോ. ഒരു 2 മിനിറ്റ് കുറച്ച് മിനിറ്റ് അല്ല തുടങ്ങിയില്ലായിരുന്നു. നമ്മൾ ചെന്ന് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തുടങ്ങിയത്. കുറച്ച് അതിലും നന്നായിരുന്നു. അതുകൊണ്ട് ആദ്യം തൊട്ട് കുർബാന ഓടാൻ പറ്റി. പിന്നെ നല്ല വെയിലാട്ടോ. 20 ഇപ്പം ടെമ്പറേച്ചർ. സൈക്കിളിൻ്റെ പുറകിൽ ഒരു ക്യാരിയർ വെച്ച് നമുക്കിനി സൈക്കിൾ ലൈഫ് ആയാലോ? പിള്ളേർക്ക് തന്നെ തോന്നുന്നത്
നിങ്ങൾ എന്തായാലും സൈക്കിളാണല്ലോ ഫുൾ ടൈം, പക്ഷെ വിന്ററിൽ പോസിബിൾ ആയിരിക്കില്ല അല്ലേ? നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ വിന്ററില് സ്കൂളിലോട്ട്. നമ്മള് കാറില്ലാത്തൊരു ലൈഫിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചാലോ? കുറച്ച് ഹെൽതി. കാറില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി മൂവ് ചെയ്യാൻ നിർബന്ധിതരാകും, ഈവൻ പപ്പയും അമ്മയും എല്ലാവരും. ജോണിക്കുട്ടിക്ക് നല്ല വിശപ്പായതുകൊണ്ട് അവൻ നമ്മുടെ കിൻവേയുടെ അപ്പം കഴിച്ചു. നമ്മൾ കപ്പ ചൂടായിക്കൊണ്ടിരിക്കുന്നു, കറി ചൂടാക്കി. അപ്പോൾ നമ്മൾ കപ്പയും ബീഫോട്ടോ കഴിക്കുന്നത്. കപ്പ ഇഷ്ടമാണോ വെച്ചിനാ? നല്ല ടേസ്റ്റ് ചെയ്തായിരുന്നോ? അപ്പോൾ കപ്പയും ബീഫോട്ടോ ചക്ക കഴിക്കുന്നത്. സെയിം ഇന്നലത്തെ ടേസ്റ്റ് ആണോ നോക്കിയേ. കറി മമ്മി ഇച്ചിരി ഡിഫറെൻ്റ് ആക്കിയായിരുന്നു. പക്ഷേ അത് റൈറ്റ് ഹാൻഡ് കൊണ്ടല്ല നമ്മൾ കഴിക്കുന്നത്, അത് ഫുഡ് ടച്ച് ചെയ്യുന്നില്ലല്ലോ. ഇന്നലത്തെ സെയിം ടേസ്റ്റ് ആണോ? കുറച്ച് ഡിഫറെൻ്റ് ആണോ? കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ട് തോന്നിയോ കറി? മാളൊന്ന് കഴിച്ചോ മാളു? കുട്ടി ഇവിടെ വാ, കറിയിൽ മുക്കി കഴിക്കാം. ആണോ? സെയിം ടേസ്റ്റ് ആയിരുന്നു ഇന്നലത്തെ സെയിം ടേസ്റ്റ് ആണോ? ആണോ? അന്ന് വേഗം കഴിക്കാം. അപ്പം കഴിച്ചിട്ട് എന്നാ തോന്നിയേ? ഇഷ്ടമായിരുന്നോ? എന്നിട്ട് ഇഷ്ടപ്പെട്ടല്ലോ? രണ്ടെണ്ണം കഴിച്ചില്ലേ? കിൻവേടെ അപ്പം നല്ല കേട്ടോ. ആദ്യമേ ഫസ്റ്റ് നമുക്ക് ആ ഒരു പരിചയമില്ലാത്ത ടേസ്റ്റ് ആകുമ്പോഴുള്ള ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ, പക്ഷെ ഒരു നട്ടി ഫ്ലേവർ അല്ലായിരുന്നോ? നട്ടിയുടെ എനിക്ക് അത്ര കുറവ് വന്നില്ല, പക്ഷെ നോർമൽ അപ്പം അത്ര ടേസ്റ്റാണ്, പക്ഷെ മറ്റേ ഡിഫറെന്റ് ഷേപ്പ് പോലെ. ആ ഓക്കെ, അത്രയും കട്ടിയില്ല. എന്തായിരുന്നു ഇന്ന് പരിപാടികള്? ഞാൻ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ നോക്കി, അത് ശരിക്കും മെൽറ്റ് ആയിട്ട് ഒരു പിസ്സ പോലെ ഞാൻ വട്ടത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. എന്നാ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്? ചോക്ലേറ്റ് ബിസ്ക്കറ്റ്. പുതിയ റെസിപ്പി. പുതിയ പിസ്സ പോലെ അത് അറിയത്തില്ല. ആദ്യത്തെ പക്ഷെ അമേരിക്കൻസിന്റെ കുക്കീസ് എല്ലാം മെൽറ്റ് ആയി വന്നു ആണോ? കട്ട പീസ് ഇടുമ്പോ. അപ്പൊ നീ ഇത് ബിസ്ക്കറ്റ് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണോ? ചടിപ്പോരുന്നില്ലേ? ഭയങ്കര സോഫ്റ്റ് ആണോ? കുറച്ച് ട്രൈ ആവോ? കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇന്ന് പള്ളിയിലൊക്കെ പോയായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. പള്ളിക്കുട്ടി പള്ളി പോയായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? നല്ലായിരുന്നോ? എന്നാ കഴിച്ചു നിങ്ങള്? കപ്പ കഴിച്ചോ? അമ്മ എന്തിയെ? പോയ സമയമില്ല അമ്മ, ഇതിന് എണീറ്റില്ലേ? എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി? എങ്ങനെയാണ് ഇത്? ബട്ടറും ബ്രൗൺ ഷുഗറും വനില, മുട്ട, ബേക്കിംഗ് സോഡ, ഉപ്പ്, പിന്നെ പ്ലെയിൻ ഫ്ലവർ. എന്നിട്ട് ചോക്ലേറ്റ് ചിപ്സ്. എന്നിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് 30 മിനിറ്റ്സ് ഫ്രിഡ്ജ് ഇടും. എന്നിട്ട് ബേക്ക് ചെയ്യും 160 10 മിനിറ്റ്. അതോ 50. കുട്ടി കണ്ടായിരുന്നോ? ആരൊക്കെ ഉണ്ടാക്കിയ? ഞാൻ മാത്രമായത് കുട്ടിക്ക് വേണ്ട സമയമില്ല, അരമണിക്കൂറുള്ളല്ലോ. നമ്മൾ ഉറങ്ങിപ്പോയല്ലേ? മുടി വെട്ടി ഇവിടെ ഇത് കാണാണ്ട് ഇങ്ങനെ ഇത് ഷെയ്ഡ് ചെയ്യണായിരുന്നു. അങ്ങനെ ഷെയ്ഡ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ആരാണ്ട് എങ്ങാണ്ടോ പോയി കഴിയുമ്പോൾ മലകയറാൻ പോയപ്പോ കൊണ്ട് കളഞ്ഞു. എന്നിട്ട് മിണ്ടാണ്ടിരുന്നു. പെരക്കകത്ത് അങ്ങനെ ഒരു സാധനം ഇല്ലാന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞേയില്ല. ഇന്നാണ് ആ സദ്യയൊക്കെ ഞങ്ങൾ തിരിച്ചറിയുന്നത് തപ്പിക്കഴിഞ്ഞപ്പം. ഒന്നും പറയാനില്ലാന്ന് തോന്നുന്നു. ഒന്നും പറയാനില്ല. പോണ്ടേ? ചേച്ചിമാരെല്ല കിടിലം കുക്കി ഉണ്ടാക്കിയില്ല. ഏതാ മറ്റേ കുക്കി പോലെ ഉണ്ടല്ലോ, നമ്മള് പണ്ട് ഇഡ്ഡലി നാട്ടിൽ പോകാൻ നേരത്ത് മേടിച്ചില്ലേ, കൗറ കുക്കി പോലെ. കുറച്ച് സോൾട്ട് ഇച്ചിരി ഒരു പൊടിക്ക് കൂടുതലുണ്ട്. നിങ്ങൾ ഏത് സോൾട്ടാ യൂസ് ചെയ്തേ? നോർമൽ സോൾട്ട്. അല്ല, ഏത് സോൾട്ടാ യൂസ് ചെയ്തേതാ? ആ സോൾട്ടാണ് കേട്ടോ. സോൾട്ട് കൂടുതലുണ്ട് അല്ലേ? നല്ലതാ. ഇതുപോലെ കുക്കീന്റെ അതിനകത്ത് ഷോർട്ടില്ല. നല്ലതാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടമായോ? താങ്ക് യു.
യോഗത്ത് വാങ്ങിയായിരുന്നു വളരെ മമ്മ ലസ്സി ഉണ്ടാക്കാം, മാംഗോ ലസ്സി ഉണ്ടാക്കാം. പൊണേനും ഇപ്പം ഉണ്ടാകണം. മമ്മിക്ക് നല്ല പരവേശം, നല്ല കൂളായിട്ട് കുടിച്ചിട്ട് പോവാം. അവിടെ ഇരിക്കും. ഗുഡ് ബോയ് ആയിട്ട് കിടന്നു തുടങ്ങാം. എപ്പോഴായിരുന്നു മാള് നിങ്ങൾ ഉണ്ടാക്കാൻ? മമ്മ എപ്പോഴാ കിടന്നേ? 4 മണിയായപ്പോ കിടന്നായിരിക്കും അല്ലേ? 3:30 മണിക്ക് തുടങ്ങി. പക്ഷെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് മറ്റാ മാളു. എനിക്കും ഇവിടെ അത്ര എസ്തറ്റിക് അല്ലാത്ത കുക്കീസ്. ഇത് ഉണങ്ങി കഴിയുമ്പോഴേക്കും നല്ലായിരിക്കും. നല്ല കട്ടിയാ. ഉണങ്ങി കറുമ്പോ ഇത്ര കട്ടി കിട്ടിയത്. ഉണങ്ങി കറിഞ്ഞിട്ട് നല്ലതല്ല. മധുരമില്ലാത്ത കട്ടഞ്ഞായില്ലേ, അതിന്റെ കൊടുത്ത് അടിപൊളിയാ. ഷേപ്പ് ഉള്ളത് ഷേപ്പ് ഇല്ലാത്തത്, ഷേപ്പ് ഉള്ളത് ഷേപ്പ് ഇല്ലാതെ വാൽനക്ഷത്രം പോലെയുണ്ട് കേട്ടോ. യശുക്കുട്ടി എന്നെ എടുക്കുക. യശുക്കുട്ടിയുടെ നിക്കർ എന്തിയേ? നിക്കർ എന്തിയേ? നിക്കർ എന്തിയേ? ഇന്ന് ലസ്സിയും കൂടെ ഉണ്ടാക്കി പിള്ളേർ കൊടുത്തിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ മോൻ്റെ ഇച്ഛായ പണിയൊന്നും എടുക്കാണ്ട് ചുമ്മാ കിടന്നാൽ മതിയല്ലോ. ഉച്ച അത് വാരി വെത്തത് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ആൾക്കാർ ഓരോന്ന് രീതിയിലും ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആണോ? ആളുകൾക്ക് ഗസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഉണ്ട്. ഇതിനോട് മാംഗോ മാംഗോ ലസ്സി, മാംഗോ ലസ്സി. നമ്മ മാംഗോ ലസ്സി ഉണ്ടാക്കുവാണ്. എന്നെ കുട്ടി പതുങ്ങിയിരുന്ന് കഴിക്കുന്നേ. അപ്പയ്ക്ക് വേണ്ട, കൊച്ചു കഴിച്ചോ. അവൻ കൊറേ നേരമായിട്ട് അവിടെ പതുങ്ങി കേക്കിരിക്കണം ചേച്ചിമാരുടെ കൂട്ടത്തില്. ഓക്കെ, കുറച്ചു നേരം ഇവിടെ ഇരിക്കണം കേട്ടോ. പപ്പ ഓടി വരും. ആ ഓടി വരും. കൊച്ചിന് വെള്ളം വേണം. വെള്ളം കുടിച്ചേ. വെള്ളം കുടിച്ചാലോ പപ്പ പെട്ടെന്ന് മമ്മേനെ കൊണ്ടുവിട്ട് വരാം കേട്ടോ. ഓക്കെ, ആരോടത്തിലാണോ? മാള ചേച്ചിയുടെ കൂട്ടത്തിലാണോ? അന്ന് ഒരാൾ കൂടെ വണ്ടി ഇരിക്കോ? എനിക്ക് അല്ലെങ്കിൽ ഉറങ്ങൂല. അപ്പൊ ഇത്ര മണിക്കൂർ ഉറങ്ങി എണീറ്റല്ലേ. അന്ന് പിന്നെ അവൻ ഉറങ്ങാത്തോണ്ടാ കയറിയിരുന്നെങ്കിൽ ഉറങ്ങിയത്. അവനവിടെ ബോറടിക്കത്തില്ലേ? എന്തെങ്കിലും കളിയും കാര്യങ്ങളായിട്ട് കുഴപ്പമില്ല. ഇല്ല, ഇനി ഉറങ്ങണ്ട. നീ രാത്രി ഇറങ്ങിയാ വണ്ടി ഇരിക്കാവോ? ഈ ചേച്ചിയുടെ കൂട്ടത്തിലാണോ ഈ ചേട്ടന്റെ കൂട്ടത്തിലാണോ? ആ റൂട്ടത്തിലാ ഇപ്പൊ പോകാൻ പോകുന്നേ? ആ ചേച്ചിയുടെ കൂട്ടത്തിലാണോ ഈ ചേച്ചിയുടെ കൂട്ടത്തിലാണോ ഈ ചേട്ടന്റെ കൂട്ടത്തിലാണോ? ആരുടെ പോണേ? ആ ചേച്ചിയുടെ കൂട്ടത്തിലാണോ? ആ ചേച്ചിയാ? ഒരു ചേച്ചിയില്ല, അമ്മയുടെ കൂട്ടത്തിലൊക്കെ അവന് പോണം. മാളൊന്ന് വണ്ടി ആയിരുന്നോളാന്ന് വണ്ടിയെ പോരി വേണോ? വണ്ടി പോരാന്ന് തീരുമാനിച്ചു. നാളെ കൊണ്ടേ കളയാം. വാ, നാളെ കൊണ്ടേ കളയാം. കേറ് കേറ് കേറ്. പുള്ളി വണ്ടിയെ കയറി സീറ്റൊക്കെ പിടിച്ചു. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഓക്കെ കൊണ്ടേ വിട്ടേക്കാന്ന് വിചാരിച്ചു. നാളെ രാവിലെ ഉറക്കം തൂങ്ങി വരണ്ടല്ലോ. സ്നേഹം എന്നോട് വാരി കോരി വിതറുക അല്ലേ? എന്നെ സ്നേഹിച്ചുണ്ടല്ലോ. കൊല്ലുവാണല്ലേ? നാട്ടില് മഴയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. എല്ലാവരും സേഫ് ആയിട്ടൊക്കെ വിചാരിക്കുന്നു. അത് തന്നെയുള്ളൂ മനസ്സിലെ ചിന്ത. അത് പ്രത്യേകിച്ച് എല്ലാ സ്ഥലത്തും ഹൈ റേഞ്ചിലാണെങ്കിൽ തന്നെ നമ്മൾ വീട്ടിൽ വിളിക്കുമ്പോഴും നമുക്ക് അറിയാവുന്ന സ്ഥലത്തും ഒക്കെ ഇങ്ങനെ ഓരോ മണ്ണിടിച്ചിലൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നവരൊക്കെ ഇതുവരെ സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. സേഫായിട്ടിരിക്കുക. ഞാൻ ചിക്കു ഡ്യൂട്ടിക്ക് എത്തിയില്ലേ. ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചതാണ്, ചേട്ടാ നാളെ നേരം വെളുത്ത് കഴിയുമ്പോൾ അറിയാം നാളത്തെ സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അന്നേരം സംസാരിച്ചു. നെഞ്ചിലൊരു വേദനയല്ലേ അല്ലേ? താങ്കൾ ഇറങ്ങിക്കോളും. പണി നടന്നുകൊണ്ടിരിക്കുന്നു. പോവാണേ. അവൻ ഇറങ്ങാൻ നോക്കുക. നമ്മൾ വീട്ടിൽ പോവാം. ബൈ ബൈ. ചക്കര ചക്കരെ
അമ്മ പോയി. അമ്മക്ക് ടാറ്റ കൊടുത്തോ? അമ്മ പോയി. ടാറ്റ മമ്മ. ടാറ്റ മമ്മ. ആപ്പിൾ. അല്ലേ റെഡി. ഞങ്ങള് പോയ സമയത്ത് TV കണ്ടോണ്ടിരിക്കുക. ഞങ്ങളെ കാണോണ്ട് ഒറ്റ ഓട്ടോ ഓടി. പെട്ടെന്ന് ടോ എടുത്ത് ചക്കി സൈഡിൽ മുടി ഇരിക്കൊണ്ട് വരുന്നു. കുട്ടി നമുക്ക് ഉടുപ്പൊക്കെ മാറിയിട്ട് കിടക്കാൻ പോയാലോ? നമുക്ക് ഉടുപ്പൊക്കെ മാറിയിട്ട് കിടക്കാൻ പോയാലോ? ഇത്ര നേരമാണെങ്കിൽ ഇത്ര നേരം എടുക്കാൻ. എങ്ങനെ ഇന്ന് നേരത്തെ കിടന്നാലോ നമുക്ക്? ഒരു സൈഡിലേക്ക് നടുക്കിയിരിക്കേ. അവന് ഇഷ്ടമാണ്. വീടില്ല കേട്ടോ, വീടില്ലേ. അപ്പൊ അത് കൊടുക്കുന്നത് നെറ്റി കൊണ്ടുപോകും. കുറച്ച് വീടില്ല, കുറച്ച് വീടിലോട്ടോ സൂക്ഷിച്ചു പിടിക്കണേ. കണ്ടോ നെറ്റിക്കത്തുക. അത്തേന്ന് ഇറങ്ങി വീഴും വീഴും. അവൻ പിന്നെ നമ്മളില്ലാത്തപ്പോ കയറുവൻ. സമയം എത്ര മണിയായിന്നറിയോ? 11 മണിയായി. ഇവരെ ഇന്ന് താമസിച്ച് കിടത്താനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ രാവിലെ ചുക്ക് വന്നു കഴിയുമ്പോഴേക്കും ഇവര് കൂടെ ഉറങ്ങണം. 11 മണി വരെ ഉറങ്ങണം. അപ്പം 11 മണിയാകുമ്പോൾ എണീറ്റാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ബർഗർ ഓർഡർ ചെയ്തു. എന്നെ അടിച്ചാക്കനെ. ചിക്കൻ കുട്ടിക്ക് കൊടുത്തു. നല്ലതാണോ? നല്ലതാണോ എന്ന് പറഞ്ഞേ. യമ്മിയാണോ? സമയം 11:10 പോവാണ്. ശരിക്കും നമുക്ക് കിടക്കാം കേട്ടോ. ചെയ്തോ? എല്ലാ കാര്യങ്ങളും ചെയ്തോ? എനിക്ക് മറ്റേ മറന്നു പോവാണോ? ആളുടെ ലാസ്റ്റ് കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിടക്കാം. ചെറുതായിട്ട് ഇരുട്ടായി വരുന്നു. അങ്ങനെ അപ്പൊ നമുക്ക് കിടക്കാൻ പറ്റില്ലേ? ഇനി കുറച്ചു ഇപ്പൊ ഭയങ്കര കുറെ ഡാർക്കർ ആവാൻ തുടങ്ങുക. സമ്മർ മറ്റേ വെക്കേഷൻ സ്റ്റാർട്ട് ആയപ്പോ ഈ സമയത്തില് ഭയങ്കര ലൈറ്റ് ആണ്. എപ്പൊ മറ്റേ കുറച്ചുകൂടി ഡാർക്കായി വരുന്നുണ്ട്. അപ്പൊ അടുത്ത ദിവസം നമ്മൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ബൈ ബൈ. ടാറ്റാ. നമുക്ക് അറിയില്ലേ ഇവിടെ ടാറ്റാ.